എന്റെ ഭഗവാനെ, ഈ ലോകത്തിലുള്ള എല്ലാവരെയും കാത്തോണേ, ആർക്കും ഒരു അസുഖം വരുത്തല്ലേ. നന്നായി. ഡോക്ടറായി എന്നെ കുറിച്ച് നിനക്ക് വല്ല ഇതുണ്ടാ? എന്തുണ്ടാന്ന്? വല്ല ചിന്തയുണ്ടോ നിനക്ക്? 24 മണിക്കൂർ ഈ വീട്ടിൽ കുത്തിയിരുന്ന് നിങ്ങളെ പറ്റി മാത്രമാ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എന്നോടാണ് ഈ വർത്താനം പറയുന്നത്. എന്നിട്ടാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണത്? എന്ത്? ലോകത്തുള്ള ആർക്കും ഒരു അസുഖം വരുത്തല്ലേന്ന്. അങ്ങനെയല്ലേ? അസുഖം വന്നതിൽ എനിക്ക് പണിയുണ്ടാവോ? എല്ലാവർക്കും അസുഖം വരണമെന്ന് പ്രാർത്ഥിക്ക്. എല്ലാവർക്കും അസുഖം വരണേ, എല്ലാവർക്കും അസുഖം വരണേ. മതിയാ? ഇപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഒരാളുടെ വയറ് കീറി ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ട്രൗസറും കീറിയിട്ടുണ്ട്. വേണ്ട, നിങ്ങൾ എന്റെ അടുത്ത് ഇനി ഒരു കാര്യം പോലും പറയണ്ട. വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചുള്ള ജീവിതം എനിക്ക് മടുത്തെനിക്ക്. എന്റെ പൊന്നെ, നീ ഇങ്ങനെ പിണങ്ങിപ്പോവാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ട്? എന്താ പ്രശ്നം പറ. ഒന്നും ഉണ്ടായില്ലേ? ഈ ന്യൂ ഇയറിന് നിങ്ങൾ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തല്ലേ നിങ്ങൾ ഇനി മേലെ ചീട്ട് കളിക്കത്തില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ ആ വാക്ക് പാലിച്ചോ? എടി, ഈ ന്യൂ ഇയർ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞങ്ങളെ പോലെയുള്ള ഭർത്താക്കന്മാർക്ക് അത് ചെയ്യില്ല ഇത് ചെയ്യില്ല സത്യം ചെയ്യാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം. ദൈവമേ, ഈ ന്യൂ ഇയറിന് നിങ്ങൾ എന്റെ തലയെ തൊട്ടാ സത്യം ചെയ്ത എന്റെ തല അങ്ങാണ് പൊട്ടിപ്പോയി. ഞാൻ എന്തോ ഈ മനുഷ്യ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കണ്ടേ? എടി, അങ്ങനെയാണെങ്കിൽ ലോകത്ത് 90% ഭാര്യമാർക്ക് തലേ ഉണ്ടാവത്തില്ല. നീ അത് വിട്. നിങ്ങളോട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാൻഡപ്പ് വിളിക്കണോ? കളിച്ചേ പറ്റൂ. വൃത്തികെട്ട ഈ ചീട്ട് കളിയെ നമുക്ക് എല്ലാം നഷ്ടം ഉണ്ടാക്കിയത്. എടി, എനിക്കറിയാം ഈ നഷ്ടമൊക്കെ ഉണ്ടായത് ഇത് കാരണമാണെന്ന്. അത് തിരിച്ചു പിടിക്കാനല്ലേ ഞാൻ വീണ്ടും വീണ്ടും കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, കഴിഞ്ഞ 2 വർഷം ചീട്ട് കളിച്ച് തോറ്റപ്പോഴും നിങ്ങൾ ഇത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്. ആ കളിച്ച് കളഞ്ഞ കാശ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, നമുക്കൊരു ബെൻസ് കാർ വാങ്ങിക്കായിരുന്നു. അറിയാവോ? നിന്റെ അച്ഛന് ചീട്ട് കളിക്കറിയാം. എന്റെ അച്ഛൻ ഇപ്പൊ ചീട്ട് കളിക്കത്തില്ലെന്ന് പറയുമ്പോ നിങ്ങൾ പറയും എന്നാ ആ കാറിന്റെ കീ എടുത്തോണ്ട് വരാൻ. ഈ മാട്ട കോമഡി ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉള്ള കോമഡി ഷോ മൊത്തം കണ്ടിട്ട് എനിക്കൊന്നും അടിക്കാനും പറ്റൂല. കളിച്ചോ. നിങ്ങളുടെ കൂട്ടുകാരന്മാരാ നിങ്ങളെ നശിപ്പിക്കുന്നത്. എടി, അവരെ വീട്ടിൽ പറഞ്ഞ് ഞാനാണ് അവരെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ധാരണയിലെത്തണം. ഞങ്ങൾക്കിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെയാണ് സംസാരിച്ച് നിങ്ങളൊന്ന് ക്ലിയർ ആക്കണം സാർ. എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ എത്ര നാൾ കൊണ്ട് നിങ്ങളോട് പറയും ഒന്ന് നന്നാവാൻ, ഒന്ന് നന്നായിക്കൂടെ? എടി, എനിക്ക് നന്നാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാൻ നന്നായാൽ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കും. സ്വന്തം മക്കൾ നന്നാവുന്നതിന് ഈ ലോകത്ത് ഏതെങ്കിലും അമ്മമാർക്ക് ഈഗോ ഉണ്ടോ മനുഷ്യ? എടി, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷമായി. 32 വർഷമായിട്ട് എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞ നന്നാവാൻ. അപ്പൊ ഇന്നലെ കയറി വന്ന നീ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ നന്നായ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കോ ഇല്ലേ? അടിക്കോ? നിങ്ങൾ നന്നാവിയല്ല, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ നന്നാവത്തില്ല. നീ ഇങ്ങനെ പിണങ്ങി പോവാതെ പൊന്നെ. ഞാൻ പോവും, വേണമെങ്കിൽ പോവും ഞാൻ. ഓക്കോ? അല്ലെങ്കിലും എന്റെ ജീവിതം പണ്ട് ഒറ്റയ്ക്കായിരുന്നു. കല്യാണത്തിന് മുമ്പും ഇപ്പോഴും എല്ലാം. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ 6 അടി മണ്ണ് അതിൽ തീരുവല്ല. അയ്യോ, പാതിരാത്രി 12 മണിക്ക് ഇവിടെ പറമ്പിൽ കിടന്ന സെന്റിമെന്റ്സ് അടിക്കാതെ വീട്ടിൽ കയറി പോ മനുഷ്യ. ഞാൻ എന്റെ വീട്ടിൽ പോകണം. എടി, അങ്ങോട്ട് പോകരുത്, അവിടെ പ്രേതമുണ്ടെന്ന്. കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ ഒരു പ്രേതത്തിന്റെ കൂടെ താമസിക്കുന്നത്. എനിക്ക് ഒരു കുഴപ്പമില്ല. ബോഡി ഷെയ്മിങ് ചെയ്തല്ലേടി? ഇതിനുള്ളത് നിനക്ക് യൂട്യൂബിന്റെ താഴെ കിട്ടൂല. എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ കിട്ടാതിരിക്കുന്നല്ല നിങ്ങൾ ഈ പറയുന്നത്. ഇതോടെ ഞാൻ അങ്ങ് സഹിച്ചു. എന്നെ പോവരുത്. ഞാൻ പോവും. അപ്പൊ പോവാൻ തീരുമാനിച്ചു. ഞാൻ പോവാൻ തീരുമാനിച്ചു. എന്റെ പുറകെ വരരുത്. എന്റെ പുറകെ നടക്കാനല്ല, എനിക്ക് നിന്റെ ഒപ്പം നടക്കാൻ ഇഷ്ടം. നിങ്ങൾ എനിക്ക് ഒപ്പം നടക്കാനല്ല, എനിക്ക് നിങ്ങൾ നഗർന്ന് നടക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ ചീട്ടുകളി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല. പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ് ഈ ചീട്ടുകളി. അന്ന് പലതും പണയം വെച്ച് കളിച്ചോണ്ടിരുന്നത് ഇതിനെ പറഞ്ഞോണ്ടിരുന്നത് ചൂതാട്ടം എന്നാണ്. അതൊക്കെ അറിയാമോ? എന്റെ ദൈവമേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് മഹാഭാരതം തുറന്നങ്ങ് പിടിച്ചാൽ മതിയല്ലോ. പോയി പല പണി നോക്ക് മനുഷ്യ. പോയിട്ട് അപ്പൊ നീ പോകാൻ തീരുമാനിച്ചു. നീ പോകുന്നതിന് മുമ്പ് എന്റെ വിശ്വസ്തനായ എന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തുണ്ട്. അവനെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. എന്റെ വിശ്വസ്ത. ഹലോ ഹലോ, കൺട്രാക്കേ. ആന്റണി എവിടാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്നും ഇങ്ങോട്ട് പറയാൻ. ആഗോള താപനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആളോകയല്ല, ആഗോള. അറിയായിരുന്നല്ല, ഈ ഭൂമിയിലുള്ള വാതകങ്ങളൊക്കെ ചൂടായി മേളിലോട്ട് പോയിട്ട് എന്തൊക്കെയോ സംഭവിച്ച് എന്തൊക്കെയോ ആണതല്ലേ? അതെ, എന്നാലും അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങളാ? ദോഷങ്ങൾ എന്ന് വെച്ചാ വായു മലിനീകരണം ഉണ്ടാവും. ആഗോളതാപനമുണ്ട്. ശരി, ഒന്ന് ശരി. കൊണ്ട് പിന്നെ വെള്ള മലിനീകരണം ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലല്ലോ? ജലമലിനീകരണം. പിന്നെന്തുട്ട മലിനീകരിക്കാൻ പറ്റണ? എടി മീനാക്ഷി, നീ തന്നെ എന്താ ചോദിച്ചത്? വെന്തോന്നല്ല, എന്താന്ന്? അയ്യോ, നീ ആദ്യം ആ പഴവും ആ മുട്ടയും തൊണ്ടയും നിങ്ങൾ കുത്തി താഴത്തോട്ടിറക്കി, എന്നിട്ട് നീ സംസാരിക്കും. സാറേ, എന്താന്നറിയില്ല, വയറ് കാലിയായി എനിക്ക് അപ്പൊ വിശക്കും. നീ ഇവിടുത്തെ വേലക്കാരിയാണല്ലോ. അപ്പൊ ആ ഇതിലങ്ങ് നിന്നേച്ചാ മതി. ഒരു വക കഴിക്കാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, എന്റെ ചേട്ടൻ എപ്പോഴും പറയുന്നു എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഈയടി നിന്റെ കാര്യമല്ല പറഞ്ഞ, കൊച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താണ്? എന്തിനു വിളിച്ചേ? നീ കൊടുത്താലേ അവള് കഴിക്കുള്ളൂ. മാറി കൊടുക്കാൻ അങ്ങോട്ട്. ഞാൻ തന്നിട്ടാണോടി നീ എന്നും തിന്നണത്? മുട്ട തിന്നാന്ന് സമ്മതിക്കോ? കുഞ്ഞിന് വഴക്കുറയല്ലേ?
മാറി കൊടുക്ക. വഴക്ക് പറഞ്ഞല്ല, ഞാൻ ഇങ്ങനെയാണ് സ്നേഹിക്കണത്. അയ്യോ ആ ബോംബെ കൂടെ അങ്ങ് പോയോ? ബാവ പോയല്ലോ. എന്താ കിന്നാര തുമ്പി? തുമ്പിയോ? അല്ല, എനിക്ക് തുമ്പിയോടൊരു കിന്നാരം പറയാൻ തോന്നുന്നു. ആ എന്നാ പറ. എനിക്ക് തുമ്പിയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളെ കാണുമ്പോ ഇത് തന്നെയാ പറയാ. നിങ്ങള് 3 ദിവസമായിട്ട് ബോധമില്ലാതെ കിടക്കല്ലായിരുന്നു, അതെ. പിന്നെ എങ്ങനെയാ എന്നെ കാണുന്നേ? അപ്പഴത്തേ അങ്ങനെ ഇഷ്ടാവോ? തുമ്പിക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഇവിടെ വന്നപ്പോ ഒക്കെ എനിക്ക് ബോധം ഉണ്ടായിരുന്നു. ബോധം ഉണ്ടായിരുന്നോ? സത്യമായിട്ട് എനിക്ക് ബോധം ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് എന്താ കണ്ണു തുറക്കാഞ്ഞത്? കണ്ണു തുറക്കാത്ത എന്താന്ന് ചോദിച്ചാ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഒരു സുന്ദരി പെണ്ണ് ഇങ്ങനെ ഇമാതിരി തടവ് തടവിയാൽ ആരാണ് കണ്ണു തുറക്കുന്നത്? ഒരടവ് നയം. ഞാൻ അത്ര സുന്ദരിയാണോ? അത് വീടേ.